ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഐ വിൽ ടെൽ what God ask me to say. ഞാൻ ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ, പറയാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് മാത്രം ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, ഇപ്പം നോക്ക്, ആദ്യം ദൂതനെ അയച്ചു, പിന്നെ രാജാവ് സാധാരണ രീതിയിൽ പ്രവാചകന്മാരോടൊന്നും അത്രയും ഹി ഹാസ് ഒരു ഹയർ സ്റ്റേജിലുള്ള ആളാണല്ലോ. പക്ഷേ ഇവനെ പേടിയായതുകൊണ്ടായിരിക്കും. കാര്യം ഇവൻ അബദ്ധമൊന്നും പറയരുത്. കാര്യം ഇപ്പോൾ ആരോടുണ്ട്? യഹോശാഫാത്തൂടെ ഉണ്ടല്ലോ. കാര്യം ഇവനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടുകെട്ട് പോകണ്ടെന്ന് വെച്ച്, മാന്യത കളയണ്ടെന്ന് വെച്ചുകൊണ്ട് രാജാവ് തന്നെ ഇറങ്ങി വരിക. ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു വിശുദ്ധനായ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. കാര്യം എന്നറിയാമോ? ഇവനെങ്ങാണം വല്ല അബദ്ധവും, അവരുടെ നോട്ടത്തിൽ അബദ്ധവും പറഞ്ഞ് ഇവനെങ്ങാണം വല്ല ദൈവാലോചനയും പറഞ്ഞു പോയാലോ എന്നുള്ള പേടി നിങ്ങളുടെ നേതാക്കന്മാർക്ക് കാണും. ഉണ്ടാകട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്നെക്കുറിച്ച് സമുദായത്തിൻ്റെ ലീഡേഴ്സിന് ഇവൻ ദൈവത്തിൻ്റെ വചനമെങ്ങാണം വിളിച്ചു പറഞ്ഞാലോ എന്നൊരു പേടി കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ധന്യമായ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാജാവ് തന്നെ അവിടെ വന്ന് പറഞ്ഞു, മിഖയാവേ, മോനെ, ഇത്രയും നാൾ വിളിച്ചിട്ടില്ലാത്ത പോലെ, ചക്കരേ, പൊന്നേ, തേനേ, ഇതുപോലൊക്കെ വിളിക്കാൻ നമ്മുടെ നേതാക്കന്മാർ കൂടെ വരും. മോനെ, ചക്കരെ എന്നൊക്കെ കേൾക്കുമ്പം, മിഖയാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു? എത്ര സൗമ്യമായിട്ട് വിളിച്ച് കൊണ്ടുപോയി ഊണുമൊക്കെ തന്ന് വളരെ സൗഹൃദപൂർവ്വം ഇടപെട്ട് മിഖയാവേ, കുഞ്ഞേ എന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കണം, എന്താ പേടി കൊണ്ടാ. അതുകൊണ്ട് ഞങ്ങൾ രാമത്തിന് പോവുകയോ പോകാതിരിക്കുകയോ വേണ്ടു എന്ന് ചോദിച്ചു. ഇനി അല്പം പ്രയാസം ഉള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പാസേജ് അടുത്തത്. എന്നറിയാമോ? അതിനവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലയോ ഈ 400 പേരും പറഞ്ഞത്? അപ്പോൾ ഈ 400 പേരും പറഞ്ഞ പോലാണല്ലോ ഇവനും പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? അല്ലേ? ഇവിടെയാണ് വേദപുസ്തകത്തിലെ വാക്കുകൾ വായിക്കുമ്പോൾ അതിൻ്റെ ടോൺ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. രാജാവിന് ആ ടോൺ മനസ്സിലായി. രാജാവ് പറയാണ്, കണ്ടോ, യഹോശാഫാത്ത് പറയാണ്, കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ ഇവൻ എനിക്ക് ഇഷ്ടമുള്ളത് ഒരിക്കലും പറയത്തില്ല. അവൻ പറഞ്ഞു കേട്ടില്ലയോ, ചെല്ല്, ഇപ്പം കിട്ടുമെന്ന്. അതായത് മറ്റുള്ള 400 പ്രവാചകന്മാരോട് ചേർന്നല്ല ഇവൻ സംസാരിക്കുന്നത്. മറ്റുള്ള 400 പ്രവാചകന്മാരും പറഞ്ഞതിനെ കളിയാക്കി അവൻ പറയാണ്, ചെല്ല്, നീ 400 പേരുടെ പ്രവാചനം കേട്ടോണ്ടിരിക്കുകയല്ലയോ, ചെല്ലങ്ങോട്ടോ, ഇപ്പം കിട്ടും, നീ കൃതാർത്ഥനാകും, അങ്ങോട്ട് പോ. സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. യഹോശാഫാത്തിന് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ഇവനെ വിളിക്കാത്തത്. മിഖയാവേ, ചക്കര എന്ന് പറഞ്ഞ വാക്കൊക്കെ പോയി. ഇപ്പം നീയും ഏതാ വാക്കൊക്കെ മാറുന്ന കണ്ടോ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് സത്യമല്ലാതെ പറയരുതെന്ന്. സത്യമല്ലേ പറഞ്ഞത്? സത്യമല്ലേ പറഞ്ഞത്? പക്ഷേ രാജാവിന് ഇഷ്ടമുള്ള സത്യമല്ല പറഞ്ഞത്. അതാ പ്രശ്നം. സത്യം രാജാവിന് ഇഷ്ടമുള്ളതാകണമെന്നാണ് രാജാവിൻ്റെ ചിന്ത. ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ വലിയ പ്രശ്നം. സത്യം എങ്ങനെയുള്ളതായിരിക്കണം? രാജാവിന് ഇഷ്ടമുള്ള സത്യം. നമുക്കിഷ്ടമുള്ള പ്രവചനം കേൾക്കാനാണ് പ്രവാചകനെ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ ഉത്തരം ഇന്നതായിരിക്കണം എന്നുള്ള കർത്താവിനോട് പറയുന്നുണ്ട് നമ്മൾ. കർത്താവെ, ഞാനൊരു വീട് പണിയിക്കാൻ പോകുകയാണെന്ന് നിനക്കറിയാമല്ലോ, അത് നിൻ്റെ ഹിതമാണെന്ന് ഞാൻ അറിയുന്നുവല്ലോ. കർത്താവെ, അതിനാവശ്യമുള്ള പണം നീ തരാൻ പോകുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇല്ലേ? ഓരോ കാര്യങ്ങളിലും നമുക്കിഷ്ടമുള്ള സത്യം പ്രവചിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ നമ്മളാക്കുന്നത്. ഒരു ചെറിയൊരു അപ്രൂവലൂടെ കിടന്നോട്ടെന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ മിഖയാവ് അവൻ പറഞ്ഞ വാക്ക്, ഞാൻ യഹോവയോട് കൽപ്പിക്കുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ സംസാരിക്കുകയില്ല. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും പറയരുത്, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് സത്യം ചെയ്ത് പറയണം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നീ എത്ര സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ
കൃത്യതയോടുകൂടെ പറയണമെന്ന. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു കാര്യവുമില്ല. എത്ര താക്കീത് ചെയ്താലും ഒരു കാര്യവുമില്ല. ഇഫ് യു ആർ എ ട്രൂ പ്രോഫറ്റ്, നിങ്ങൾക്ക് എത്ര കൽപ്പന കിട്ടിയാലും ഒരു കാര്യവുമില്ല. എത്ര പ്രാവശ്യം ആളുകളെ കൊണ്ട് നിങ്ങളോട് പറയിച്ചാലും ഒരു കാര്യവുമില്ല. ഇഫ് യു ആർ എ ട്രൂ പ്രോഫറ്റ്, യു വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്. നിങ്ങളുടെ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. അതൊരൊറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും, ഒറ്റപ്പെട്ട ശബ്ദമാണ്. ഇറ്റ് വാസ് എൻ ഐസൊലേറ്റഡ് വോയിസ്. 400-1 യഥാർത്ഥ പ്രവാചകൻ്റെ അനുപാതം ഇവിടെ കാണുന്നത്. 400-1. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? മിഖായാവ് പറഞ്ഞില്ല, കർത്താവേ എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളെ കൂടെ തരികയാണെങ്കിൽ. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ കൂടെ മുട്ടുമടക്കാൻ ഒരാളെ കൂടെ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന അതല്ല. എൻ്റെ കൂടെ മുട്ടുമടക്കാൻ ഒരാളുമില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നതാണ്. മിഖയാവിൻ്റെ കൂടെ നിൽക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. രാജാവ് പറഞ്ഞു, നീ പറയുന്നത് എനിക്കിഷ്ടമുള്ള സത്യമല്ല. 16-ാം വാക്യത്തിൽ, അതിനവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, ഇവർ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നോക്ക്, മിഖായാവ് പറയുന്നതെന്നറിയാമോ? ഐ ഹാവ് സീൻ എ വിഷൻ. യു നോ വാട്ട് ഈസ് ദാറ്റ് വിഷൻ? ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ അതിൻ്റെ അർത്ഥം? യു ആർ ഗോയിങ് ടു ഡൈ. അവൻ ആഹാബിനോട് പറയാണ്, നീ എന്ത് ചെയ്യാൻ പോകുകയാണ്? നീ മരിക്കാൻ പോകുകയാണ്. യു ആർ ഗോയിങ് ടു ഡൈ. ചെന്ന് ഡയറക്റ്റ് പറയുകയാണ്, നീ മരിക്കാൻ പോകുകയാണ്. സിദക്കിയാവ് എന്താ ചെയ്യുന്നത്? ഇവിടെ സിദക്കിയ പ്രവാചകൻ നമ്മൾ മുമ്പേ കണ്ടല്ലോ. എന്താണ്? കെനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യും എന്ന് പറഞ്ഞ സ്ഥാനത്ത് മിഖയാവ് പറയാണ്, ഞാൻ കണ്ടത് നീ ഇരുമ്പും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നൊന്നുമല്ല, അവർ നിന്നെ ആക്രമിച്ച് കീഴടക്കുന്നതും കൊന്നുകളയുന്നതും ഇസ്രായേൽ ജനത്തിന് നാഥനില്ലാതായി തീരുന്നതും ഞാൻ കണ്ടു. അവനവൻ്റെ കാഴ്ച മറച്ചു വയ്ക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുന്നില്ല. ഹിസ് വോയിസ് വാസ് എൻ ഐസൊലേറ്റഡ് വോയിസ്. രാജാവ് പറയാ, കണ്ടോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവനെനിക്ക് ഗുണമൊരിക്കലും പറയത്തില്ല, ദോഷമല്ലാതെ ഗുണമൊന്നും പ്രവചിക്കയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളുവീൻ, യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. എന്താ മിഖയാവ് പറയുന്നത്? ഇസ്രായേലിൽ ദൈവം രാജാവായിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ രാജ്യത്വം വീണ്ടും അവൻ സ്ഥാപിക്കുന്നത് ഞാൻ കണ്ടു. യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ, യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന ഗിലെയാദിൻ്റെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും എന്ന് പറഞ്ഞു. എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. യഹോവ അവനോട് ഏതിനാലെന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഫോഷ്കിൻ്റെ ആത്മാവായിരിക്കും, അവൻ്റെ സകല പ്രവാചകന്മാരുടെ ഫോഷ്കിൻ്റെ ആത്മാവായിരിക്കും, നീ അവരെ വശീകരിക്കും, നിനക്ക് സാധിക്കുമെന്ന് നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ഫോഷ്കിൻ്റെ ആത്മാവിനെ നിൻ്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു. വാഴുന്നത് യഹോവയാണ്. വാഴുന്നത് ആരല്ല? ആഹാബ് അല്ല. തീരുമാനമെടുക്കുന്നത് യഹോവയാണ്. ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഇതാ ആഹാബിൻ്റെ അന്ത്യം വന്നിരിക്കുന്നു. അതെങ്ങനെ ചെയ്യണം? ദൈവം കൃത്യമായിട്ടൊരു പ്ലാൻ രേഖപ്പെടുത്തിയിട്ട് അതവൻ ആരെ കാണിക്കുകയാണ്? മിഖയാവിനെ കാണിക്കുകയാണ്. ഇഫ് യു ആർ എ ട്രൂ പ്രോഫറ്റ്, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് ദൈവം കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണെന്നറിയാമോ? ദ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഫോർ ഹിം. ഇഫ് യു സ്റ്റാൻഡ് അലോൺ, നീ ഒറ്റയ്ക്ക് നിൽക്കുകയായിരിക്കാം, ബട്ട് യു ആർ സ്റ്റാൻഡിങ് വിത്ത് ഗാഡ്
ആൻഡ് യു വിൽ നോ ദ ഹാർട്ട് ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് ഇവിടെ കാണുന്നതാണ്. ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ മാർഗരേഖയൊക്കെ വരച്ച് കാണിച്ചിരിക്കുന്നത് പോലെ ദൈവം പറയാണ്, മിഖായ, ഞാനിതാ ചെയ്യാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു ഡു ദിസ്. അവൻ എങ്ങനെയാണ് അത് കണ്ടത്? ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. അതുകൊണ്ടാണ് ജെറമയായിൽ നമ്മൾ കാണുന്നത്, അവൻ്റെ ആലോചന അറിയിക്കേണ്ടതിന് അവൻ്റെ ആലോചനാ സഭയിൽ നിന്നവൻ ആലോചനാ സഭയിൽ, അവൻ്റെ ഡിവൈൻ കൗൺസിലിൽ. എ പ്രോഫറ്റ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഡിവൈൻ കൗൺസിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുന്നവൻ. So he was standing in the presence of God. He was alone. He was an isolated voice, but he was speaking on behalf of God. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അപ്പോൾ കെനയുടെ മകനായ സിദക്കിയാവ് അടുത്ത് ചെന്ന് മിഖയാവെ ചെകിട്ടത്ത് അടിച്ചു. നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞത്, യു ആർ പേയിങ് എ കോസ്റ്റ്. ഇഫ് യു ആർ എ ട്രൂ പ്രോഫറ്റ്, നിന്നെ അടിക്കുന്നത് കള്ളപ്രവാചകനാണ്. രാജാവല്ല അടിക്കുന്നത്. ആരാ അടിക്കുന്നത്? കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ്റെ അടികൊള്ളാനൂടെ തയ്യാറായിട്ട് വേണം ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കാൻ തീരുമാനമെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇഫ് യു വാണ്ട് ടു ബി ആൻ ഐസൊലേറ്റഡ് വോയിസ്, ഇറ്റ് ഈസ് കോസ്റ്റ്ലി. സംടൈംസ് എന്താ കിട്ടാൻ പോകുന്നത്? ചെകിട്ടത്തടിയാണ് കിട്ടാൻ പോകുന്നത്. അത് അടിയുടെ വേദന മാത്രമല്ല, സകല ജനങ്ങളുടെയും മുമ്പിൽ, 400 പേരുടെ മുമ്പിൽ ഈ സിദക്കിയ പറഞ്ഞതെന്നറിയാമോ? യു ആർ എ ഫാൾസ് പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. 400 കള്ളപ്രവാചകൻ ഇപ്പോൾ മിഖയാവിനെ എന്താക്കിയിരിക്കുകയാണ്? കള്ളപ്രവാചകനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിന്നോട് സംസാരിക്കാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടിട്ട് ഏത് വഴിയായി വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ പറയുന്നത് കള്ളപ്രവചനമാണ്. കാര്യം യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് എങ്ങും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരടി കൊള്ളുന്നതല്ല അതിനകത്തെ വിഷയം. അടിയൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ അതിൻ്റെ വേദനയൊക്കെ പോകും. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? യു ആർ എ ഫാൾസ് പ്രോഫറ്റ്. അപമാനിക്കപ്പെടുന്ന ഒരു സ്റ്റേജ്. രാജസന്നിധിയിൽ 400 പ്രവാചകന്മാരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഹി ചോസ് ടു ബി അലോൺ. അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് എല്ലാ അപമാനവും അവൻ സഹിക്കേണ്ടി വന്നത്. അതിന് മിഖയാവ്, നീ ഒളിക്കേണ്ടതിന് അറ തേടി നടക്കുന്ന ദിനത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അടി കൊണ്ടപ്പോഴത്തേക്ക് അവൻ തിരുമ്മിക്കൊണ്ട് ആണോ എന്നാ സോറി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവുകയല്ല. ഹി സ്റ്റിൽ സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അവൻ വീണ്ടും അവിടെ തന്നെ നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, ഇഫ് യു സ്റ്റാൻഡ് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പതറിപ്പോകത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ എല്ലാ അപമാനങ്ങളും സഹിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്. എന്ത്? ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ കൂടെയാണ്. ഞാൻ പ്രാപിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഞാൻ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. അവൻ പറഞ്ഞു, സിദക്കിയ, I know what I have said. Confidence. അവൻ്റെ ഉറപ്പാണ്. If you are a true prophet, you are confident. ആ ഉറപ്പ്. ഇനി എനിക്ക് തെറ്റുപറ്റിയതാണോ എന്നുള്ള ഒരു സംശയമൊന്നും അവന് ഇല്ല. അവൻ പറയണം, I know what has happened. I have seen the vision. ഞാൻ ദർശനം കണ്ടു. ഞാൻ സ്വർഗത്തിൽ യഹോവ ഇരുന്ന് വാണരുളുന്നതും ദൂതന്മാർ അവൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ അവർ സംസാരിക്കുന്നത് കേട്ടു. ഉറപ്പില്ലാത്തവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്യുകയാണ്? ഞാൻ പെട്ടെന്ന് പോകട്ടെ. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മിഖയാവെ പിടിച്ച് നഗരാധിപതിയായ ആമോൻ്റെയും രാജകുമാരനായ യോവാശിൻ്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കള്ളത്തരം പ്രവചിച്ച 400 പ്രവാചകന്മാർക്ക് സമ്മാനം കിട്ടിയപ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട മിഖയ പ്രവാചകന് തല്ലും തടവുമാണ് കിട്ടിയത്. ഇതേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൂ. ഇത് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൂ.
അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പരിശ്രമിക്കണ്ട. ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറുള്ളവൻ മാത്രം, അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറുള്ളവൻ മാത്രം കർത്താവിൻ്റെ സന്നിധി നിന്നാൽ മതി. അല്ലെങ്കിൽ 400 പേരുടെ കൂടെ കൂടിക്കോ, നിനക്കൊരു സമ്മാനം കിട്ടും. പക്ഷെ ഇവിടെ അവൻ പറയുകയാണ്, ഇസ്രായേൽ രാജാവ് പറഞ്ഞു, എന്താണ്? അടി കിട്ടി, അടുത്തത് എന്താണ്? തടവറ, ഞെരുക്കത്തിൻ്റെ അപ്പം, ഞെരുക്കത്തിൻ്റെ വെള്ളം. ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താ? അവൻ പറയാണ്, ഹീ ഈസ് എ ഫോൾസ് പ്രോഫറ്റ്. നേരത്തെ സിദക്കിയ പറഞ്ഞു ഇവനൊരു ഫോൾസ് പ്രോഫറ്റ് ആണെന്ന്. ഇപ്പോൾ ആര് പറയുന്നു? രാജാവും പറയുകയാണ് ഇവനൊരു ഫോൾസ് പ്രോഫറ്റാണ്. കൂട്ടുവേലക്കാരൻ മാത്രമല്ല, ചുറ്റുപാടുമുള്ളവരും നേതാക്കന്മാരും എല്ലാവരും പറയുകയാണ് ഹീസ് എ ഫോൾസ് പ്രോഫറ്റ്. അതിന് മിഖയാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല, സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നവൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഫിഡൻസ്. നീ സമാധാനത്തോടെ മടങ്ങി വരുന്നെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുമില്ല. എന്നിട്ട് അവനോട് രഹസ്യത്തിൽ പറയല്ല, സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്ന് വെച്ചാൽ ഇവൻ സമാധാനത്തോടെ മടങ്ങി വന്നാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊന്നോളാനാണ് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇവൻ സമാധാനത്തോടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദൈവം ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല, ഞാനൊരു ഫോൾസ് പ്രോഫറ്റ് ആണെന്ന് ഇവരിപ്പോൾ പറഞ്ഞല്ലോ. ഇവർ സമാധാനത്തോടെ മടങ്ങി വന്നാൽ ഞാനൊരു ഫോൾസ് പ്രോഫറ്റ് ആണെന്നുള്ളത് ലോകം മുഴുവൻ അറിഞ്ഞോട്ടെ. അവൻ്റെ കോൺഫിഡൻസ് ആണ് ഈ ഉറപ്പായി നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ആ ഉറപ്പുള്ളവന് മാത്രമേ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയത്തുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയമുള്ളവരെ, God wants us to stand alone. God wants us to be an isolated voice. കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ അതൊരു ചോയ്സാണ്, അതൊരു ഡെസ്റ്റിനി മാത്രമല്ല, അതൊരു ചോയ്സാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നുള്ളത് കാര്യമാണ്, പക്ഷെ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. റിബല്യസ് ആകാൻ വേണ്ടിയല്ല. നിങ്ങൾ നോക്കുമ്പോൾ കൂട്ടമെല്ലാം വിശാല വഴി തിരക്കി പോകുമ്പോൾ യേശു ആ വഴിയല്ല പോകുന്നതെന്ന് കണ്ട് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ഓരോ ആടുകളും ഇടയൻ്റെ മേൽ കണ്ണ് വെച്ച് നടക്കുന്നവരായിരിക്കണം. എൻ്റെ മുന്നിൽ പോകുന്ന ആടിനെ കണ്ടല്ല ഞാൻ നടക്കുന്നത്, ഞാൻ ഇടയനെ കണ്ടാണ് നടക്കുന്നത്. വേദപുസ്തക ചരിത്രത്തിലും ക്രിസ്തീയ സഭാ ചരിത്രത്തിലും നിങ്ങൾ നോക്കിയാൽ കർത്താവ് ഉപയോഗിച്ചതായ ജനങ്ങളെല്ലാം ഒറ്റയ്ക്ക് നടന്നവരോ ഒറ്റയ്ക്ക് നിന്നവരോ ആണ്. അതുകൊണ്ട് കർത്താവിനാൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നമ്മളൊരു തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ. എത്ര കോസ്റ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണ്. ഒരൊറ്റപ്പെട്ട വോയിസ് ആകണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം നിങ്ങൾ. നിങ്ങളോട് കൂടെ കർത്താവ് നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. മിഖയാവ് 400 പ്രവാചകന്മാരുടെ മധ്യത്തിൽ അവരെല്ലാവരും ദൈവികത വിട്ട് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന ഒരു വ്യക്തിയാണ്. യെഹോശഫാത്തിന് പറ്റിയതുപോലെ പറ്റിപ്പോകരുത്. ധനവും മാനവും കൂടിയപ്പോൾ ആഹാബ് രാജാവുമായി സംബന്ധം കൂടിയവനായ യെഹോശഫാത്ത് ഒരുപക്ഷെ പതിയെ പതിയെ ആഹാബിനെ സ്വാധീനിച്ച് നല്ലവനാക്കാമെന്നൊക്കെ ആയിരിക്കാം യെഹോശഫാത്ത് ചിന്തിച്ചത്. അത് നടക്കത്തില്ല. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീ ഒറ്റയ്ക്ക് നിൽക്കാനാ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾ വന്നാലും ഒരുപക്ഷെ സഹോദരന്മാർ, കൂട്ടുപ്രവാചകന്മാർ നിന്നെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചാലും, രാജാവ് അത് പറഞ്ഞാലും നിനക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനാ, ഞാൻ ദൈവത്തിൻ്റെ ദർശനം വന്നാലും. ഒരുപക്ഷെ സഹോദരന്മാർ, കൂട്ടുപ്രവാചകന്മാർ നിന്നെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചാലും, രാജാവ് അത് പറഞ്ഞാലും നിനക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനാ, ഞാൻ ദൈവത്തിൻ്റെ ദർശനം കണ്ടവനാ, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ പറ, കർത്താവേ, ഈ ദിവസങ്ങളിൽ കൂട്ടം കൂടി നടക്കാനല്ല, കൂട്ടം തെറ്റിയാണെങ്കിലും യേശുവിൻ്റെ കൂടെ നടക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഒരൊറ്റപ്പെട്ട ശബ്ദമാകുവാൻ നീ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഒറ്റപ്പെടുത്തപ്പെട്ടവരോടുകൂടെയാണ് കർത്താവ് കൂടി നടക്കുന്നത് എന്നും ഞാൻ അറിയുന്നു. യേശുവേ, എനിക്ക് നിന്നോട് ചേർന്ന് നടക്കണം.
കർത്താവേ, വിശാലമായ വഴി തിരക്കിയല്ല, ഞെരുക്കമുള്ള വഴിയെ യേശുവാകുന്ന ആ വാതിലിലൂടെ കടന്നു കയറുവാൻ, എറിച്ചു നിൽക്കുന്നതിനെല്ലാം ചെത്തിക്കളയുവാൻ എന്നെ സഹായിക്കണമേ. ഏറ്റവും ആഴത്തിൽ നിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ കർത്താവെ, മറ്റുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ, സമൂഹത്തിൽ ഉന്നതനാകുവാനും കസേര കിട്ടുവാനും സമ്മാനം കിട്ടുവാനുമുള്ള എല്ലാ മോഹങ്ങളെയും അതിജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം തന്നെ അതിൻ്റെ അടുത്ത അധ്യായം വായിക്കുമ്പോൾ, 2 Chronicles വി വർ റീഡിങ്, നമ്മൾ അതിൻ്റെ 18-ാമത്തെ അധ്യായമാണല്ലോ വായിച്ചുകൊണ്ടിരുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ നമ്മളെ യഹോശാഫാത്തും ആഹാബും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് കണ്ടു. ആ കൂട്ടുകെട്ട് നന്മയിൽ പര്യവസാനിക്കുമെന്ന് അവർ ചിന്തിച്ചു. അതിനുവേണ്ടി ആഹാബ് എന്ത് ചെയ്തു? യഹോശാഫാത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവരൊരുമിച്ച് യുദ്ധത്തിന് പോകുന്നു. എന്നാൽ യുദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ അറിയാം. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. താഴോട്ടുള്ള ഭാഗം പെട്ടെന്ന് ഞാൻ പറയട്ടെ. എന്നാൽ അരാം രാജാവ് തൻ്റെ രഥനായകന്മാരോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോടല്ലാതെ ചെറിയവനോടോ വലിയവനോടോ യുദ്ധം ചെയ്യാൻ പാടില്ല. ജനങ്ങളെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. നമുക്കാകെ ആരെ മാത്രം മതി? ഇസ്രായേൽ രാജാവിനെ മാത്രം മതി. യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ രാജവസ്ത്രം ധരിച്ചിരിക്കുകയായിരുന്നത് കൊണ്ട് അവനായിരിക്കാം ഇസ്രായേലിൻ്റെ രാജാവ്. അവൻ ശരിക്കും പറഞ്ഞാൽ യഹൂദിയുടെ രാജാവാണ്. അവനായിരിക്കാം ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് അവർ തോന്നി. എന്നാൽ ഇവൻ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ആകയാൽ രഥനായകന്മാർ, വേഴ്സ് 31, യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു, അവനെ പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു. പാവമല്ലയോ, നിലവിളിക്കും, അല്ല അവനെന്തോ ചെയ്യാനാ? ആഹാബ് നിലവിളിക്കത്തൊന്നുമില്ല. അല്ലെങ്കിലും അങ്ങനെയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകരായ ആളുകൾ ഈ പറയുന്ന പോലെ വലിയ മനക്കെട്ടിയുള്ളവരൊന്നും ആയിരിക്കത്തില്ല. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. അവൻ കിടന്ന് നിലവിളിച്ച് കണ്ടപ്പോൾ യഹോവ അവനെ സഹായിച്ചു. മറ്റുള്ളവർ അവനെ ഇട്ടേച്ച് പോകാനായിട്ട് തയ്യാറായി. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ രാജാവിനെ എതിർച്ചയാ ഒരു അമ്പ് അവൻ്റെ മേൽ കൊണ്ടു കഴിഞ്ഞിട്ട് അവൻ മുറിവേറ്റ് അവൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവന് മരിച്ചുപോയി എന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കുന്നത്. എന്നാൽ അടുത്ത ഭാഗം എന്താണ് വായിക്കുന്നത്? യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരൂശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റു ചെന്ന് യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കൽ നിന്ന് കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു. അപ്പോൾ ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ എന്നുള്ള ആ ഒരു ചോദ്യം, അഥവാ ദുഷ്ടനോട് കൂട്ടുകൂടുന്നത് വിഹിതമോ എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിലാണ് നമ്മളുടെ കോൺഫിഡൻസിനെ നമ്മൾ അളക്കേണ്ടത്. ഞാനീ പറയുന്ന ഭാഗം അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്താണ്? യഹോവയാണ് എന്നോട് സംസാരിച്ചത് എന്ന് അഭിനയിക്കുന്നവരുണ്ട്, യഹോവയാണ് എന്നോട് സംസാരിച്ചത് എന്ന് തോന്നുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. തോന്നുന്നവർ യഹോവ തന്നെയാണോ എന്നോട് സംസാരിച്ചത് എന്ന് ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. യേഹൂ ദർശകൻ യഹോശാഫാത്തിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നത്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു. ആരാണ് ഇവിടെ ദുഷ്ടൻ എന്ന് പറയുന്നത്? ആഹാബ് രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആഹാബ് രാജാവിനോട് കൂട്ടുകൂടിയത് കൊണ്ടാണ് യഹോവയുടെ കോപം യഹോശാഫാത്തിനോട് വന്നിരിക്കുന്നത്. അപ്പോൾ യഹോവയാണ് ഒരു
ഈ 400 പ്രവാചകന്മാരിൽ ആരോടെങ്കിലും സംസാരിച്ചിരുന്നതെങ്കിൽ അവരെന്ത് ചെയ്തില്ലായിരുന്നു? ആഹാബിനോട് കൂട്ടുകൂടുകയില്ലായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, തെറ്റിപ്പോകരുത്. അപ്പോൾ എൻ്റെ ദർശനം എന്ന് പറയുന്നത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉറപ്പ്, അതല്ലെങ്കിൽ ഞാനിത് ദൈവമാണ് സംസാരിച്ചെന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലും നമ്മുടെ ശുശ്രൂഷയും ദുഷ്ടന് സഹായം ചെയ്യുന്നതാണോ എന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ എൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ദൈവം എനിക്ക് ചെയ്യുന്നതായ കാര്യങ്ങൾ ആത്യന്തികമായി തിന്മയെ സഹായിക്കുന്നതാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്ന കാര്യം പോലും ശരിക്കും എന്തുള്ളതല്ല, അത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അതായത് സിൻസിയറായിട്ടുള്ള പല ആളുകളും ഈ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയിട്ട്, കൂട്ടുകെട്ടിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ കള്ളപ്രവചനം നടത്തുന്ന അല്ലെങ്കിൽ ആത്മാവ് വഞ്ചിച്ചിരിക്കുന്ന ഡിസീവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടിയിട്ടുള്ള പല ആളുകളുണ്ട്. അവർ ശരിക്കും ഡിസീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർ ഡിസീവേഴ്സ് അല്ല, അവർ ഡിസപ്ഷനിൽ പെട്ടുപോയവരാണ്. ഇന്ന് ശുശ്രൂഷയിലും ഇതേപോലെയുള്ള അവസ്ഥയിൽ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. അവർ അടിസ്ഥാനപരമായി വഞ്ചകരല്ല, പക്ഷേ വഞ്ചകരായ ആളുകളുടെ കൂടെ ഇവരൂടെ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചിന്തിക്കും പെട്ടെന്ന്? ഒക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവികമാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ആത്മാവ് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതെല്ലാം ആത്മാവ് പറയുന്നതാണ് എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് വശായി പോയിട്ടുള്ള ആളുകളുണ്ട്. അവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യക്ഷത്തിലുള്ള കാര്യം, എൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ഞാൻ ദൈവം എന്നോട് പറഞ്ഞത് എന്ന് ചിന്തിച്ച് വശായി ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആത്യന്തികമായി തിന്മയെ സഹായിക്കുന്നതാണോ അല്ലയോ? ആത്യന്തികമായി തിന്മയെ സഹായിക്കുന്ന ഒരു കാര്യം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഒന്നാമത്തെ കാര്യം, ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അച്ഛൻ എഴുതിയതൊക്കെ ശരിയാണെന്ന് പറഞ്ഞപ്പോൾ ലുച്ചാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയതൊക്കെ ശരിയാണെന്ന് പറയാൻ കാര്യം? അതിൻ്റെ മാനദണ്ഡം എന്താണ് സ്റ്റാൻഡേർഡ്? അത് വചനപ്രകാരം ശരിയാണ്. അപ്പോൾ വചനപ്രകാരം ശരിയാകണമെങ്കിൽ തോന്നലുകൾ വെച്ച് നോക്കിയാൽ ഒരിക്കലും അത് മാനദണ്ഡമാകുന്നില്ല. എൻ്റെ തോന്നലുകൾ അനുസരിച്ച് ഇത് ദൈവം ആയിരിക്കും പറഞ്ഞത്. നമ്മൾ ശരിക്കും ഈ കോൺഫിഡൻസ് പറയുന്ന ആളുകളോട് 2 വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആയിരിക്കുമെന്ന് പറയും. പിന്നെ ദൈവമായിരിക്കും, അല്ലാതെ ആരാ പറയുന്നതെന്ന് ചോദിക്കും. ദൈവമായിരിക്കും എന്ന് പറയുന്നത് അല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ ഉറപ്പെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രത്യക്ഷത്തിലുള്ള, അല്ലെങ്കിൽ എംഫിരിക്കലായിട്ട് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇത് ആത്യന്തികമായി ദുഷ്ടന് സഹായം ചെയ്യുന്ന കാര്യം ആണോ അല്ലയോ? ദുഷ്ടനെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഈവിൾ വർദ്ധിപ്പിക്കുന്നതായ ഒരു കാര്യമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല. ഒരു പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ പലപ്പോഴും ഉള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുള്ള ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം, ഇപ്പോഴത്തെ വർഷിപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ആളുകൾ ചോദിക്കുന്നു, നിനക്കൊരു പീസ് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. ഇപ്പോൾ പീസ് വ്യഭിചാരം ചെയ്താലും ആൾക്കാർക്ക് അങ്ങ് പീസ് തോന്നുന്നു. എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. വ്യഭിചാരം ചെയ്താലും എന്താ പറയുന്നത്? ഹൃദയത്തിൽ എന്തോ ഉണ്ട്, ഒരു പീസുണ്ട്. 2 പിള്ളേരുള്ള ഒരു സ്ത്രീയെ, ഭർത്താവ് പുറത്തുള്ള ഒരു സ്ത്രീയെ 2 പിള്ളേരുള്ള ഒരുത്തൻ തട്ടിക്കൊണ്ട് പോയിട്ട് അതിനകത്തും പീസ് തോന്നുന്നുണ്ട്. അവർക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോൾ സമാധാനം അവർക്ക് ഭയങ്കര പീസാണ്. ഭർത്താവ് വേറെ, ഇവൻ്റെ ഭാര്യ വേറെ, ഭയങ്കര കുടുംബം തകർന്നു, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് 2നും എന്തോ ഉണ്ട്, പീസുണ്ട്. അപ്പോൾ നമ്മളെന്തോ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, ബ്രദറെ, നമുക്കൊരു പീസ് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്നുള്ളതാണ്. വെറുതെയാണ്.
അങ്ങനത്തെ വ്യാജ സമാധാനമൊക്കെ കൊടുക്കാൻ പിശാചിന് നല്ല ഒന്നാം തരമായിട്ട് അറിയാം. അവിടെയാണ് നമ്മളുടെ മാനദണ്ഡം എന്തായിരിക്കണം. ഇവിടെ കർത്താവ് യേഹൂ ദർശകനിലൂടെ യഹോശാഫാത്തിനോട് ചോദിക്കുകയാണ്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. അപ്പോൾ ആത്യന്തികമായി തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയും എവിടെ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല. ലൈംഗിക പാപങ്ങളെ ലഘുവായി കാണിക്കുന്ന ഒത്തിരി പുതിയ സംഘങ്ങളുണ്ട്. ആഫ്റ്റർ ഓൾ there is no difference between man and woman in Christ. ക്രിസ്തുവിൽ പുരുഷനുമില്ല സ്ത്രീയുമില്ല. എന്തോ വേണേ ചെയ്തു. ഈസ് ഇറ്റ് ഫ്രം ഗാഡ്? നോ, ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. ഞാനിത് വെറുതെ ഒന്ന് പറയുന്നതല്ല, ഇതൊക്കെയാണ് ഇന്നത്തെ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈവിൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് ദൈവം തോന്നിച്ചതാണെന്ന് പറഞ്ഞ് എന്തു ചെയ്യാൻ പറ്റത്തില്ല, അതിന് ഒരു പിൻബലമുണ്ടാക്കുവാൻ കഴിയത്തില്ല. ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആത്യന്തികമായി സഭയെ ബിൽഡ് ചെയ്യുന്നതാണോ, ഇത് ആത്യന്തികമായി നന്മയിലേക്കാണോ പോകുന്നത്, ഇത് ആത്യന്തികമായി ദൈവികതയിലേക്കാണോ ജനങ്ങളെ നയിക്കുന്നത്? എൻ്റെ ശുശ്രൂഷയും എൻ്റെ വാക്കുകളും ദൈവികതയിലേക്ക് ജനങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ ഞാൻ എത്ര ദർശനം പ്രാപിച്ചെന്ന് പറഞ്ഞാലും വെളിപ്പാട് പ്രാപിച്ചെന്ന് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല. യു ഗോട്ട് മൈ പോയിൻറ്റ്? അത് ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. രാവിലെ പറഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ആത്യന്തികമായി ഇത് നന്മയെയാണോ തിന്മയെയാണോ പരിപോഷിപ്പിക്കുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് പല കൾട്ട് ഗ്രൂപ്പുകളും ആത്മാവ് പറഞ്ഞു, ആത്മാവ് വെളിപ്പെടുത്തി എന്ന് പറയുകയും നമ്മുടെ പ്രവാചകന്മാരിൽ പലരും അച്ചട്ടായി പ്രവചിക്കുകയും, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലരെക്കുറിച്ചും പറയുന്നത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അയാളുടെ പ്രസംഗമുണ്ടല്ലോ അച്ചട്ടാ കേട്ടോ, പറയുന്ന അതുപോലെ നടക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ കൊള്ളത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അച്ചട്ടായിട്ട് പ്രവചനം പറയുന്നതല്ല, അയാളുടെ ക്യാരക്ടർ നന്മയാണോ തിന്മയാണോ അയാളിൽ നിന്ന് പുറപ്പെടുന്നത്. കാര്യം വൃക്ഷത്തെ എങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്, അല്ലാതെ അതിന് ലഭിച്ചിരിക്കുന്ന വളം കൊണ്ടല്ല. വരമല്ല പ്രധാനം, എന്താണ്? ഫലമാണ്. ആത്മവരങ്ങളെക്കാൾ വലുതാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അതാരും മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അത് വളരെ അത്യാവശ്യമാണ്. കാരണം ദൈവം പറഞ്ഞു എന്നുള്ള പേര് പറഞ്ഞ് പല ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നോക്കേണ്ട കാര്യം, ആത്യന്തികമായി ഇയാൾ നന്മയുടെ പ്രചാരകനാണോ, നന്മയാണോ ഇയാൾ ലക്ഷ്യമാക്കുന്നത്? അതുകൊണ്ട് പോൾ പറയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ സകലതും പ്രയോജനമുള്ളത് അല്ല. എവറിതിങ് ഈസ് ലോഫുൾ ബട്ട് എവറിതിങ് ഡസൻറ്റ് ബിൽഡ് അപ്പ്. എവറിതിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. പ്രയോജനമുള്ളതല്ല, ബിൽഡ് ചെയ്യുന്നതല്ല. ഒരു വ്യക്തിയുടെ ശുശ്രൂഷ ദൈവികമാണോ എന്നറിയേണ്ടത് അത് സഭയെ തകർക്കുന്നതാണോ അതോ സഭയെ പണിയുന്നതാണോ? അത് ദൈവികമാണെങ്കിൽ അത് സഭയെ പണിയുന്നതായിരിക്കും. സഭയെ പണിയാത്ത, അതുകൊണ്ടാണ് അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ബിൽഡിങ്. ജെറമയായെ കർത്താവ് വിളിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജെറമയ ചാപ്റ്റർ 1 കർത്താവ് അവന് കൊടുക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട നിയോഗം എന്താണ്? അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നോക്കുക. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. യഹോവ കൽപ്പിച്ചു. നോക്ക്, നിർമൂലമാക്കുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, ഇടിച്ചു കളയുന്നുണ്ട്. എന്നാൽ ഇടിച്ചിട്ടേച്ച് പോവുകയല്ല, പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ആത്യന്തികമായി ദൈവരാജ്യത്തിൻ്റെ പണിയാണ്, അല്ലാതെ ഇടിച്ചു കളയാനല്ല ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നത്. അവൻ ഇടിച്ചാൽ അവൻ പണിതിരിക്കും. ഇടിച്ചിട്ടേച്ച് പോകുന്നവൻ ഒരിക്കലും എന്തല്ല, പ്രവാചകനല്ല. ഇടിച്ചിട്ടിട്ട് പോകുന്നവൻ. ഞാൻ ഒരിക്കലും ഒരു ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രവാചകൻ അവിടെ നിന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ അവിടെ പല പ്രാവശ്യം ഈ പ്രവാചകൻ കയറി ഇറങ്ങിയിട്ടുള്ളവനായതുകൊണ്ട് അങ്ങനെ ഇദ്ദേഹം വരുന്ന സമയത്ത് മിക്കവാറുമുള്ള പ്രവാചകന്മാരെല്ലാം അവിടെ ഗൾഫിൽ പോയിട്ടുള്ള പ്രവാചകന്മാരൊക്കെ വീട്ടിലും വരുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രവാചകൻ വന്ന് ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനവിടെ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാനും കയറിയിരുന്നു പ്രാർത്ഥിക്കാം എന്നുള്ള അർത്ഥത്തിൽ. എന്നോട് അദ്ദേഹം പ്രവചനമൊന്നും പറഞ്ഞില്ല. ഈ അദ്ദേഹത്തെ ആ വീട്ടിലെ അച്ചായൻ ഒരു സഭ നടത്തുന്ന ആളാണ് അവിടെ. അതൊക്കെ ഈ പ്രവാചകൻ അറിയാം. പ്രവാചകൻ കണ്ണടച്ചിട്ട് പറഞ്ഞതെന്നറിയാമോ? അച്ചായൻ ഇങ്ങോട്ട് പോന്നപ്പോൾ സഭയെ ഏൽപ്പിച്ചു കൊടുത്ത ജോണിക്കുട്ടി ഉണ്ടല്ലോ, ഞാനൊരു പേരങ്ങ് പറയുക, ജോണിക്കുട്ടി അച്ചായന് വിരോധമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അച്ചായൻ പറഞ്ഞു, അയ്യോ പാസ്റ്ററേ, അങ്ങനെയൊന്നും നടക്കത്തില്ല, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല, അങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അച്ചായന് വിരോധമായിട്ട് അവിടെ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം അങ്ങ് ആകെപ്പാടെ വിഷമിച്ചു. എന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, എനിക്കങ്ങനെ തോന്നുന്നില്ല, ജോണിക്കുട്ടി ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യത്തില്ല. പാസ്റ്റർ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ, അങ്ങനെ ഒരു പ്രകാശം തോന്നുന്നുണ്ടോ ശരിക്കും? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലകുനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ആടിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടച്ചാ, അങ്ങനെ തന്നെ ഒരു പ്രകാശം തോന്നുന്നുണ്ട്. എന്നോട്, അയ്യോ എൻ്റെ കർത്താവേ, എങ്ങനെ ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. എന്നാലും പാസ്റ്റർ, എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉടനെ പ്രവാചകൻ പറഞ്ഞു, അത് അച്ചായൻ്റെ ശുശ്രൂഷ ശക്തിയേറിയ ശുശ്രൂഷ ആയതുകൊണ്ട് അതിനോടുള്ള അസൂയ കൊണ്ടാണ് ആ സഹോദരൻ അങ്ങനെ ഇടപെടുന്നത്. അപ്പോൾ അച്ചായൻ വീണു. കാര്യം എൻ്റെ ശുശ്രൂഷ ശക്തിയേറിയ ശുശ്രൂഷയാണല്ലോ. ഞാനങ്ങനെ ബ്രദറെ, ഞാൻ ഒരു കോംപ്രമൈസിനുള്ള ആളല്ല, അത് കുറച്ചുള്ള കാര്യങ്ങളൊക്കെ മതി. ഇനി അങ്ങനെ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഈ ജോണിക്കുട്ടി പാവം ഇനി എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, ഈ വെളിപ്പെടുത്തിയത് ശരിയാണെന്നും അങ്ങ് വെച്ചോ. എന്നാലും തിരിച്ചു ചെല്ലുമ്പം സഭ രണ്ടാണെന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അപ്പോൾ ഈ പ്രവാചകൻ്റെ ശുശ്രൂഷ ആത്യന്തികമായി ദൈവരാജ്യത്തെ പണിയുകയാണോ തകർക്കുകയാണോ? ആ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ആ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പോൾ വെറുതെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് ഒരു പീസ് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അർത്ഥം ഉണ്ടാകുന്നില്ല. ശരിക്കും ആവശ്യമായിരിക്കുന്നത് എന്താണ്? ഞാൻ ചെക്ക് ചെയ്യുകയാണ്, ഇത് ആത്യന്തികമായി പണിയുന്നുണ്ടോ, ഇത് നന്മയാണോ തിന്മയാണോ പ്രകാശിപ്പിക്കുന്നത്, ഏതിനാണ്, നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഇത് പ്രാമുഖ്യം കൊടുക്കുന്നത്, നന്മ വളർത്തുന്നതിന് വേണ്ടിയാണോ? അതുകൊണ്ട് യഹോശഫാത്തിനോട് യേഹൂ ദർശകൻ പറയുകയാണ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, യഹോവ നിനക്ക് വിരോധമായിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? നീ ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ, യഹോവയെ പകയ്ക്കുന്നവരോട് സ്നേഹം കാണിക്കുന്നുവോ, അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിന് പോകാൻ യഹോശഫാത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. ആഹാബുമായിട്ടൊരു കോംപ്രമൈസ് ദൈവം ആഗ്രഹിച്ചിരുന്നതല്ല. ആഹാബിൻ്റെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോകുവാൻ അങ്ങനൊരു കൂട്ടുകെട്ടുണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ചതല്ല. അതുകൊണ്ട് എന്താണ്, ഒരു രാജാവായിരിക്കെ പടയിൽ ചെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി അരാമ്യരുടെ കാരുണ്യം കൊണ്ടാണ് അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. എന്തൊരു നാണം കെട്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ നാണക്കെടെല്ലാം ഉണ്ടായത്? അവൻ ദുഷ്ടതയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ത് ചെയ്യുന്നില്ല? ദുഷ്ടതയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുന്നവനല്ല. ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്ന പ്രവാചകൻ എത്ര വലിയ പ്രവചനമുണ്ടെങ്കിലും, എത്ര അച്ചട്ടായിട്ട് പ്രവചിച്ചാലും, എത്ര ദർശനമുണ്ടെങ്കിലും അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട ഒരു ശബ്ദം എന്ന നിലയിൽ നമ്മൾ മിഖയാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കേട്ടല്ലോ. വേദപുസ്തകത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ എല്ലായിടത്തും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത്. പീപ്പിൾ വേർ സ്റ്റാൻഡിങ് അലോൺ എവ്രിവെയർ ഇൻ ദ ബൈബിൾ ഫ്രം ദ വെരി ബിഗിനിങ്. പല കോസ്റ്റ് കൊടുത്തിട്ട് ഒഫീഷ്യൽ പ്രോഫറ്റിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചാണ് ഈ മിഖയാവ് നിൽക്കുന്നത് ആലോചിക്കണം. അതായത് രാജസദസ്സിൽ അംഗീകരിക്കപ്പെട്ട പ്രോഫറ്റാണ് സിദക്കിയ. സിദക്കിയാവിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചിട്ടും അവൻ എന്ത് ചെയ്തില്ല? ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ. ഇത് ആദ്യം മുതൽ പ്രവാചകന്മാരുടെ കാര്യത്തിലല്ല, ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒറ്റപ്പെടുത്തപ്പെട്ട സ്റ്റേജും ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്റ്റേജും ഉണ്ടായിരുന്നു എന്ന്. അതിന് ആരെയും കൂട്ടുപിടിക്കുവാൻ അവന് കഴിയത്തില്ല. ടേക്ക് ദ കേസ് ഓഫ് ഹാബേലിൻ്റെ കാര്യം എടുക്കുക. ഏബൽ, ഹാബേലിൻ്റെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹാബേലിൻ്റെ വീട്ടിൽ ആദം, ഹൗവ, എൻ്റെ മൂത്ത മകൻ കയീൻ, ഒരുപക്ഷെ അവന് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവരൊക്കെ നോദ് ദേശത്ത് ചെന്ന് പാർക്കുകയാണ്. അവൻ്റെ വീട്ടിൽ തന്നെ ഉള്ള അവൻ്റെ സഹോദരൻ. അപ്പോൾ അപ്പനും അമ്മയും സഹോദരനും
ഹാബേലും. ഇത്രയും പേര് ഏറ്റവും കുറഞ്ഞത് അവരുടെ ഭവനത്തിൽ ഉണ്ട്. ഇതിനകത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? ഹാബേല. അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഒരു റോൾ മോഡൽ അവനില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ചോദിക്കുന്ന ചോദ്യമുണ്ട്, ബ്രദറെ ആരാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നമുക്ക് ആരെയാണൊന്ന് കാണിച്ചു കൊടുക്കാനുള്ളത്? നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഏത് സഭയിലോട്ട് പറഞ്ഞു വിടും? ഇതല്ല നമ്മുടെ പ്രശ്നമാണ്. ആരെ ഒന്ന് കാണിച്ചു കൊടുക്കും? വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ നമ്മളും പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാനൊരു റോൾ മോഡലില്ലല്ലോ. ഞാനൊരിക്കൽ നെഹമയാവിനെ കുറിച്ച് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ, ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ പുറത്ത് നിന്ന്, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് പുറത്ത് നിന്ന് 2 പിള്ളേർ പറയുക, നെഹമയാവിനെ പോലെ കരയാനൊക്കെ ഞങ്ങൾ തയ്യാറാണെന്നേ, പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ നടക്കാനൊരു നെഹമയാവില്ല. അതാ അതിനകത്തെ പ്രശ്നം. അപ്പം സമൂഹത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണ്? നമുക്ക് ആരില്ല പിൻഗമിക്കുവാനായിട്ട്, അനുഗമിക്കുവാനായിട്ട്. നമുക്ക് എന്തില്ല? ഒരു നേതാവ് ഇല്ല, ഒരു റോൾ മോഡൽ ഇല്ല എന്ന് പറയുന്നതായ ഒരു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പറയുന്നു എല്ലാവരും കള്ളന്മാരാണ്, അല്ലെങ്കിൽ ഓൾ ആർ ഹിപ്പോക്രൈറ്റ്സ്, എല്ലാവരും കപടഭക്തന്മാരാണ്. ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ സഭയിൽ വരണമെന്നൊക്കെ വെച്ചിരുന്നതാണ്, പക്ഷേ എനിക്കറിയാം സഭയിൽ മുഴുവൻ കള്ളന്മാരാ, എല്ലാവരും കപടഭക്തന്മാരാണ്. എല്ലാവരും കപടഭക്തന്മാരായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സഭയിലോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചു. എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ശരിയാ നീ പറഞ്ഞത് ശരിയായിരിക്കാം, നീ എല്ലാവരും കപടഭക്തന്മാരാണ്, ഓൾ ആർ ഹിപ്പോക്രൈറ്റ്സ്, പക്ഷേ അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഒരാളുടെ വന്നാലും അവിടെ സ്പേസ് ഉണ്ടെന്ന്. വി ഹാവ് ഓൾവേസ് റൂം ഫോർ അനദർ പേഴ്സൺ. അതായത് ഈ പറയുന്ന ആൾ അതുകൊണ്ട് നല്ല ആളായിട്ടാണോ ഇതെല്ലാം പറയുന്നത്? ആണോ? അല്ല. അപ്പോൾ പൂർണ്ണതയുള്ളൊരു സഭയിലേക്കേ പോവുകയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. റോൾ മോഡൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അശുദ്ധനായി പോയെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവരോട് പറയാനുള്ള ചരിത്രം ഹാബേലിൻ്റെ ചരിത്രമാണ്. ഹാബേലിൻ്റെ ജീവിതത്തിൽ അവനൊരു റോൾ മോഡൽ ആരായിരുന്നു? അവൻ്റെ അപ്പൻ നല്ലൊരു റോൾ മോഡലല്ല, അമ്മയൊരു റോൾ മോഡലല്ല, സഹോദരനൊരു റോൾ മോഡലല്ല. എന്നിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ ഹാബേൽ തയ്യാറായി. പ്രിയമുള്ളവരെ, ഒരു നെഹമയ ഇല്ലാത്തത് കൊണ്ട് ആരെ അനുഗമിക്കുമെന്ന് ചോദിക്കുന്നതിനേക്കാൾ ദൈവം ചോദിക്കുന്ന ചോദ്യം, നിനക്കൊരു നെഹമയ ആയാൽ എന്താണെന്ന്. God wants us to become Nehemiah. God wants us to become Enoch. നമ്മൾ ഹാനോക്കോ നെഹമയാവോ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനോ ഒക്കെ അങ്ങനെ നമ്മളെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ പുറകെ പോകാമെന്ന് പറയുന്നതല്ല ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിക്കുന്നവൻ എപ്പോഴും ഒരു റോൾ മോഡൽ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒറ്റയ്ക്ക് നിന്ന പലർക്കും അവർക്ക് മുൻഗാമികളായിട്ട് റോൾ മോഡൽസ് ഇല്ലാതിരുന്നവരാണ്, ഹാബേൽ ഉൾപ്പെടെ. ഹാബേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിച്ചു. എന്താണ് അതിൻ്റെ തെളിവ്? ഹാബേലും കയീനും യാഗമർപ്പിക്കാനായിട്ട് പോയി. എന്തുകൊണ്ടാണ് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത്? പലർക്കും പല ധാരണയാണുള്ളത്. കത്തോലിക്ക സഭയിലെ പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കായേൻ സ്വന്തം നിലമറന്നു. ഞാനതിനകത്ത് വിശ്വാസമൊന്നുമില്ല. എനിക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, അന്നിപ്പം ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നെന്തുമാത്രം സമൃദ്ധമല്ലേ. അവിടെ നിന്ന് ഇപ്പോൾ ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ഇപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത്? അങ്ങനെയൊന്നും കൊടുത്ത് കാണത്തില്ല. കയീൻ, എൻ്റെ ചിന്ത, കൊടുക്കാവുന്നതിലെ ബെസ്റ്റ് തന്നെ അവൻ കൊടുക്കത്തുള്ളൂ, അല്ലാതെ മോശം ഫലമൂല്യങ്ങളൊന്നും കൊടുക്കാനൊന്നും സാധ്യതയില്ല. പിന്നെന്താണ് കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? അതിന് നമ്മൾ നല്ല ഒന്നാന്തരം ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കയീൻ ആടിനെ യാഗം അർപ്പിച്ചില്ല, ഹാബേൽ ആടിനെ യാഗം അർപ്പിച്ചു. നമ്മൾ സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിലും അത് തന്നെയാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതാണോ സത്യം? ഹാബേൽ ആടിനെ യാഗം അർപ്പിച്ചു എന്നുള്ളത് സത്യമാണ്, കയീൻ ആടിനെ യാഗം അർപ്പിച്ചില്ല എന്നുള്ളതും സത്യമാണ്. ആടിനെ യാഗം അർപ്പിക്കുന്നത് നല്ല കാര്യമാണ്, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ അതാണോ ദൈവം കയീനിൽ പ്രസാദിക്കാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ കയീൻ്റെ മുഖം വാടിയപ്പോൾ ദൈവം പറയേണ്ടിയിരുന്നതായ വാക്കെന്താണെന്നറിയാമോ? കയീനെ, നിൻ്റെ മുഖം വാടുന്നത് എന്ത്?
നീ ഒരാടിനെ യാഗം അർപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുകയില്ലയോ എന്നല്ല ചോദിക്കണ്ടേ? അല്ലയോ? അല്ലേ? പക്ഷെ അങ്ങനെയാണോ ചോദിച്ചത്? ഇല്ല. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാവുകയില്ലയോ എന്നാ ചോദിക്കുന്നേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആടല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ്. ഇത് പറയുമ്പം നമ്മുടെ പല പ്രസംഗങ്ങളും പോയിട്ടുള്ളത് കൊണ്ട് പലർക്കും പ്രയാസം ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. കാര്യം പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പല പ്രസംഗങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രസംഗം പോകുന്നത് പോട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഇനിയും പ്രസംഗിക്കണമെങ്കിൽ അങ്ങ് പ്രസംഗിച്ചോ. എന്നാലും വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്നു, കയീനിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? നന്മ ചെയ്തിരുന്നുവെങ്കിൽ നിന്നിൽ എനിക്ക് പ്രസാദം ഉണ്ടാവുകയില്ലയോ? അതല്ലെങ്കിൽ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോട് ആകുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പോൾ അവിടെ നന്മ എന്ന് പറയുന്നതിനകത്തെ കാര്യം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പ് ദൈവം പ്രസാദിച്ചത് ഹാബേലിലാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. യാഗത്തിലല്ല ആദ്യം പ്രസാദിക്കുന്നത്. ആരിലാണ്? വ്യക്തിയിലാണ്. കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. കാര്യം വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പ്രസാദം കിടക്കുന്നത്. ഇതിനകത്ത് കല്ല് കടിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇത് കേൾക്കുമ്പോഴേ അറിയാം, എനിക്കറിയാം. ഇതിനകത്ത് പലർക്കും കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. അതവിടെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം ഇതാണ്. ഗോഡ് സെയ്സ്, ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ഹാബേലിലും അവൻ്റെ യാഗത്തിലും കയീനിലും അവൻ്റെ യാഗത്തിലും. ഇറ്റ് ഈസ് ദ പേഴ്സൺസ് ബീയിങ്. ദൈവം എപ്പോഴും നമ്മുടെ ബീയിങ് ആണ് നോക്കുന്നത്, നമ്മുടെ ആചാരങ്ങളോ ആരാധനാരീതികളോ അല്ല. നമ്മൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ്. നമ്മളുടെ ക്യാരക്ടർ എന്താണ്, നമ്മളുടെ സ്വഭാവം എന്താണ്, നമ്മളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ബീയിങ് എങ്ങനെയാണ്. ഈ ബീയിങ്ങിനകത്തെ പ്രശ്നമാണ് ഈ നന്മയുടെ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. കർത്താവ് പറയാണ്, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. അപ്പോൾ നന്മ എന്ന് പറയുന്നത് നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപത്തെ കാൽ കീഴാക്കിയിട്ട് അതിൻ്റെ മേൽ ജയം കൊണ്ടാടുന്നതാണ്. വി നീഡ് ടു സീ വി ആർ ട്രാംപ്ലിംഗ്, ചവിട്ടി മെതിക്കുന്നത്, പാപത്തെ ചവിട്ടി മെതിക്കുന്ന ഒരു സ്റ്റേജാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ദൈവപ്രസാദമുള്ള ജീവിതം. അല്ലാതെ പാപത്തോട് സമരസപ്പെട്ടു പോകുന്നതല്ല.